എടോ, സംസ്ഥാന ധനവകുപ്പിലെ എന്ത് സീക്രട്ട് സെക്ഷൻ ആണോ? ഞങ്ങൾ അറിയാത്ത, ഇവിടുത്തെ ജനങ്ങൾ അറിയാത്ത എന്ത് സാധനാണോ ധനവകുപ്പിലുള്ളത്? തോമസ് ഐസക്കെ, ഇവിടെ എല്ലാം ജനങ്ങൾ അറിയണോ? നിങ്ങളുടെ ധനവകുപ്പിലെ ഓരോ അണപയുടെ വരവും പോക്കും ജനങ്ങൾ അറിയണം. നിങ്ങളെ മാതിരി മൂടി വെക്കുകയല്ല. എന്ത് പറയുന്നത്? സീക്രട്ട് ആണ് അത്രേ. എന്ത് സീക്രട്ട്? മണ്ണാക്കട്ട. എന്ത് സീക്രട്ട് ആണോ ഇത്? സതീശൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു സീക്രട്ടും ഇല്ല. നിങ്ങളാകെ ബേജാറായി അല്ലേ? സത്യസന്ധമായ കണക്ക് വന്നപ്പം കേരളം കടക്കണിയിലാണ് എന്നുള്ളത് വളരെ കൃത്യമായി വൈറ്റ് പേപ്പറിൽ വന്നപ്പോ, ഈ ധവളപത്രത്തിൽ വന്നപ്പോ നിങ്ങളാകെ ബേജാറായിട്ട് ഇത് സീക്രട്ടാണ്. എന്ത് സീക്രട്ടാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് സീക്രട്ട്? ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണോ? ഇത് ലോകത്ത് എല്ലാവരും കാണുന്നതാണോ? പൊട്ട ഡോക്ടറാണല്ലോ, ഡോക്ടറേറ്റ്. എന്നിട്ട് അത് അച്ചടിക്കാൻ ഒരു പിറ കടലാസും ടോയ്ലറ്റ് പേപ്പർ. ഞാനിത് CPM-നോടുള്ള വിരോധം കൊണ്ട് ഇത് പറയില്ലട്ടോ. CPM-നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്. ലോകത്ത് ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ? നിങ്ങളിതാ സംസ്ഥാന ധനവകുപ്പിന്റെ സീക്രട്ട് സെക്ഷനിലെ, അതായത് ഈ പറയുന്ന കടത്തിന്റെ കണക്കൊക്കെ സീക്രട്ട് സെക്ഷൻ ആണത്രേ. ജനങ്ങളോട് പറയാൻ പാടില്ല അത്രേ. ജനങ്ങളെ പോക്കറ്റ് കൈയിട്ട് കണ്ട് ഇവർക്ക് അടിച്ചുകൊണ്ട് പോകാം. ഇതൊന്നും പറയാൻ പാടില്ല. ഇത് VD സതീശൻ പറയണം. പറഞ്ഞു കഴിഞ്ഞോ ഐസക്കെ? പറഞ്ഞു കഴിഞ്ഞു. പത്രം വായിക്കണം, കാര്യങ്ങൾ അറിയണം. കുറഞ്ഞ ദിവസം കൊണ്ട് 300ഓളം പേജുള്ള ധവളപത്രം തയ്യാറാക്കിയത് അത്ഭുതമാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് 300ഓളം പേജുള്ള ധവളപത്രം തയ്യാറാക്കിയത് അത്ഭുതമാണ്. അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് VD സതീശൻ. എന്താ സംശയമുണ്ടോ തനിക്ക്? തന്റെ കാലത്തെ ഇതൊക്കെ ഇങ്ങനെ മറ്റേ പറയാ കർലാസിൽ കുത്തിക്കുറിക്കുക ചെയ്യുക, അതിന്റെ കാലൊക്കെ കഴിഞ്ഞിടോ. നിങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ജനങ്ങൾ ഇപ്പൊ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പൊ ആശ്വസിക്കട്ടോ. ഈ പൊട്ടന്മാർ അധികാരത്തിലെത്തിയെങ്കിൽ നിങ്ങൾ ഈ ധവളപത്രം തയ്യാറാക്കാൻ നിങ്ങൾ 3 കൊല്ലം എടുക്കൂലേ? അല്ലേ? 3 കൊല്ലം എടുക്കൂലേ? നിങ്ങൾ എഴുതി തയ്യാറാക്കി ഈ പെൻസിലും റബ്ബറും എടുത്ത് മായ്ച്ച് കളിക്കല്ലേ നിങ്ങൾ ചെയ്യുക? അല്ലേ? എടോ, ഇത് കാലാടോ. നിങ്ങൾ പണ്ട് കമ്പ്യൂട്ടർ എടുത്ത് വെച്ചറിഞ്ഞ കൂട്ടറല്ലേ? അല്ലേ? എന്താണ് തൊഴിൽ തിന്നുന്ന ബഗൻ അല്ലേ? ആ പുസ്തകത്തിന്റെ കോപ്പികൾ ഇപ്പോഴും കാണാം. തൊഴിൽ തിന്നുന്ന ബഗൻ കമ്പ്യൂട്ടർ. എന്നിട്ട് കമ്പ്യൂട്ടർ എടുത്ത് പൊട്ടിക്കേനി ഉളുപ്പില്ലാത്ത സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് സമരം സമരമാണ്, വിരുദ്ധ സമരമാണ്. എന്തോ അപകടം. എടോ, എല്ലാ സ്ഥലത്തും ഉണ്ടോ? എല്ലാ സ്ഥലത്തും ഉണ്ട്. ചാറ്റ് GPT അറിയാം നമുക്ക്. ചാറ്റ് GPT അറിയടോ. നമുക്കറിയാത്ത എല്ലാ കാര്യങ്ങളും ചാറ്റ് GPTയോട് ചോദിച്ചാൽ പറഞ്ഞുതരും. മൂന്നാർ യാത്ര എന്ന് ചാറ്റ് GPT ടൈപ്പ് ചെയ്താൽ അവിടെ വരുന്നൊരു സത്യമുണ്ട് കേട്ടോ. പൈസക്കെ കളിക്കല്ലേ. കേരളത്തിന് മൊത്തം അറിയാം. മൂന്നാറിൽ നല്ല കുളിരുണ്ടല്ലോ അല്ലേ? ഞാൻ അത്രേ പറയുന്നുള്ളൂ കേട്ടോ. തന്റെ ഞാൻ പറയുന്നില്ല. പറയിപ്പിക്കരുത് കേട്ടോ. മിണ്ടാതിരുന്നോളം. കിഫ്ബി കൊണ്ടുവന്ന ആളല്ലേ? അല്ലേ? കിഫ്ബി എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടിയായി കൊണ്ടുവന്നിട്ട് അതാണ് കേരളത്തെ ഇത്രമാത്രം കടക്കണിയിലാഴ്ത്തിയത്. ഇതാണ് സതീശൻ പറയുന്നത്. എന്നിട്ട് അവസാനം വെളുപ്പിക്കാമെന്ന് കാണല്ലേ? എന്താ പറയുന്നത്? 2 കാര്യങ്ങളാണ് ഐസക് പറയുന്നത്. ഒന്ന്, ഇതൊക്കെ സീക്രട്ട് ആണ്, ഇതൊന്നും പറയാൻ പാടില്ല. മറ്റൊന്ന്, ഈ 300 പേജുള്ള ധവളപത്രം കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എടോ, അങ്ങനെയാണോ AI ഉപയോഗിച്ചുണ്ടാക്കും? ഈ AI ഗിമ്മിക്കാണെന്ന്. എടോ, ഈ നാട്ടുംപുറത്തെ ക്ലബ്ബുകൾ എന്തിനു പറഞ്ഞ LP സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ വരെ അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ AI-നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കാലം മാറി. നിങ്ങളെ തലയിൽ വെളിച്ചം വിചാരിച്ചിട്ട് പിന്നെ ഈ ഇമ്മാതിരി തോന്നിയാസം പറയണോ? AI എന്ന് പറഞ്ഞാൽ ഇത് AI. ഇയാൾ പണ്ട് പറഞ്ഞൊരു വിട്ടത് നിങ്ങൾക്കറിയില്ലേ? അതായത് നരേന്ദ്രമോദി സർക്കാർ ഈ ക്യാഷ്ലെസ് പേയ്മെന്റ് വന്നല്ലോ. അതായത് ഡിജിറ്റൽ പേയ്മെന്റ്. നമ്മളിപ്പോ ഗൂഗിൾ പേയിലല്ലേ നമ്മളെ കേരളത്തിലുള്ള മിക്കവാറും ആൾക്കാർ അവരിപ്പം ഈ എന്താ പറയാ, ഏത് സാധനം വാങ്ങിയാലും മിക്കവാറല്ല 90%, എനിക്ക് തോന്നുന്നു 90%വും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലാവട്ടെ, ബസ്സിലെ KSRTC ബസ്സിലാവട്ടെ, ഏത് സ്ഥലത്തും നമ്മൾ മീൻ വാങ്ങിയാലും പച്ചക്കറി വാങ്ങിയാല് ഈ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് സാധനം വാങ്ങിയാലും ഒക്കെ നമ്മള് പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ പേ വഴിയാണ് കൊടുക്കുന്നത് അല്ലേ? ഇയാള് പണ്ട് പറഞ്ഞു കേട്ടിരിക്കുന്നോ? അതായത് നരേന്ദ്രമോദി പരിഷ്കാരം കൊണ്ടുവന്നപ്പോ മൂപ്പര് പറയാണല്ലോ, ഇത് നടപ്പാവൂലെന്ന്. ഇതെങ്ങനെ നടപ്പാക്കാൻ പറ്റും? ഈ വഴിയോര കച്ചവടക്കാരൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ക്യാഷ്ലെസ് പേയ്മെന്റ് ഇവർക്ക് നടത്തുക? ഈ പൊട്ടം പറഞ്ഞതാണ് ഈ ഡോക്ടറേറ്റ്. അതാ ഞാൻ പറഞ്ഞത്, ഇയാളുടെ ഡോക്ടറേറ്റ് അന്വേഷിക്കണത്. പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നുണ്ട് ഇയാളുടെ വിഡ്ഢിത്തം.
എങ്ങനെയാണ് ഈ പറയുന്ന വഴിയോര കച്ചവടക്കാര്, ഈ സാധാരണ മീൻ കച്ചവടക്കാര്, ഇവരൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന നോട്ട് കൊടുക്കാതെ ഇങ്ങനെ നിങ്ങൾ ഈ മൊബൈൽ ഫോൺ വഴി ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത്? എങ്ങനെയാണ്? ഇതൊന്നും നടക്കൂലാന്നേ. കേട്ടോ ഐസക്കെ, പുറത്തേക്ക് ഇറങ്ങി നടക്കടോ, പുറത്തേക്ക് ഇറങ്ങി നടക്ക്, അപ്പൊ കാണാം ഇമ്മാതിരി മാണുകൊടഞ്ചന്മാര്. AI ടൂൾ ഉപയോഗിക്കുന്നതിൽ സുപ്രീം കോടതി, ഹൈക്കോടതി, കേന്ദ്ര ധനവകുപ്പ്, സംസ്ഥാന സർക്കാർ എന്നിവയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്താണോ ലംഘിച്ചത്? എന്താണോ ലംഘിച്ചത്? പറയടോ. വെറുതെ ഇങ്ങനെ സംശയത്തിന് ആനുകൂല്യ. അങ്ങനെ ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ടാണോ? ഇത് നിങ്ങളമാതിരി പൊട്ടന്മാരല്ല ഉണ്ടാക്കിയത്. കേരളത്തിലെ ഏറ്റവും വിശ്വസനീയരായ, ഏറ്റവും പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ധവളപത്രം ഉണ്ടാക്കിയത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയടോ. അല്ലെങ്കിൽ അത് ഉണ്ടാക്കി നിങ്ങൾ AI കൊണ്ടാണ്, നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി. സീക്രട്ട് മോനെയൊക്കെ ഉണ്ടല്ലോ. ഇനി 2024 ജൂൺ 3 സുപ്രീം കോടതിയും 2025 ജൂലൈ 19 ഹൈക്കോടതിയും AI ടൂൾ ഉപയോഗിക്കുന്നതിൽ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ചെയ്തത്. സംശയമുണ്ട് എനിക്ക്? ധനമന്ത്രാലയത്തിന്റെ സീക്രട്ട് സെക്ഷനിലെ വിവരങ്ങൾ AI പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. എടോ, ധനമന്ത്രാലയത്തിൽ എന്ത് സീക്രട്ട് ആണോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീക്രട്ട് എന്ന്, അല്ലേ? ഇനിയിപ്പോ മറ്റേ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മോള് മാസപ്പടി വാങ്ങിയത് അതും സീക്രട്ടാണ്. പിണറായി വിജയന് മറ്റേ കരിമണൽ കർത്ത കൊടുത്ത പൈസ PV എഴുതി ഒക്കെ സീക്രട്ടാണ്. നിങ്ങൾ ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും സീക്രട്ട് എന്ന് പറഞ്ഞേ വെച്ചാലേ ജനങ്ങൾ അതുകൊണ്ടാണല്ലോ പുറങ്കാലം കൊണ്ട് തട്ടി എറിഞ്ഞതല്ലേ. എന്റെ ഐസൊക്കെ മിണ്ടാതിരുന്നൂറോ. നിങ്ങളിപ്പോ എന്താ ചെയ്യണറിയോ? ഈ സഖാക്കന്മാരൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെന്നറിയോ? നിങ്ങളെ പാർട്ടിയുടെ ശവമടക്ക് നടത്താൻ VD സതീശൻ നല്ല വെള്ള പുതപ്പ് കൊണ്ട്, വെള്ള തുണി കൊണ്ട് മൂടിയിട്ടുണ്ട്. ഈ പറയുന്ന ധവളപത്രം എന്ന് പറയുന്ന വെള്ള തുണി കൊണ്ട് മൂടിയിരിക്കുകയാണ് നിങ്ങളുടെ തോന്നിയാസത്തെ. ഞാൻ കുഴിയിലേക്ക് ഇറക്കിയാൽ മതി. ഐസക്കാണ് ഇപ്പൊ കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. സീക്രട്ടാണ്, AI ആണ്. എന്ത് സതീശൻ എന്താ ചെയ്തത്? സതീശൻ രഹസ്യരേഖകൾ കടത്തി. എന്ത് രഹസ്യരേഖയാണോ? ഇതൊക്കെ നമ്മൾ അറിയുന്നല്ലേ. ഓരോ ബഡ്ജറ്റിലും ഇവിടെ എത്രയാണ് നീക്കി വെക്കുന്നത്, അലോക്കേഷൻ എത്രയാണ്, അല്ലേ? ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ. അതിന്റെ ഇടക്കാണ് മറ്റേ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത് 6 ലക്ഷം കോടി. 6 ലക്ഷം കോടി ഒന്നുമില്ല. 5 പിന്നെ കുറച്ചു കോടിയോ, 5 പിന്നെ കുറച്ചു കൂടി, 6ലേക്ക് എത്തില്ല കേട്ടോ. 6ലേക്ക് എത്തില്ല. ഇതിന്റെ ഈ മെൻസ്റ്റോറി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പ്രത്യേക ലേഖകൻ ഏതാണ് ഈ പൊട്ടെന്ന് ആർക്കറിയാം. പ്രത്യേക ലേഖകൻ അത്രേ. UDF സർക്കാർ കൊട്ടിഘോഷിച്ച് നിയമസഭയിൽ വെച്ച ധവളപത്രം തയ്യാറാക്കിയത് AI ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മനസ്സിലാക്കാത്ത AI എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനായി ധനവകുപ്പിലെ അതീവ രഹസ്യങ്ങൾ കൈമാറിയെന്ന വിവരം പുറത്ത്. VD സതീശനെ അറസ്റ്റ് ചെയ്യണം. അതീവ രഹസ്യമായ വിവരങ്ങളാണ് VD സതീശൻ ഇത് പുറത്തുവിട്ടത്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ 50,000 കോടി നഷ്ടാക്കി. പറയാൻ പറ്റുമോ? 50,000 കോടി കൊടുക്കാനുണ്ട് പല ആൾക്കാർക്കും. പറയാൻ പറ്റുമോ? അതീവ രഹസ്യല്ലേ. കട്ടുമുടിക്കായിരുന്നു തന്നപ്പടിയും മോളും കൂടി. എന്നിട്ട് അവസാനം വന്നിരുന്നു കാട്ടി ന്യായീകരിക്കുകയാണ്, അല്ലേ?